വടക്കൻ കേരളത്തിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണ് മാരാരിക്കുളം ബീച്ച്. ആ മാരാരിക്കുളം ബീച്ചിലേക്കാണ് നമ്മൾ ഇന്നൊരു യാത്ര പോകുന്നത്. കുറച്ച് മാസങ്ങളായി ജീവിതം മുഴുവൻ നല്ല ഓട്ടത്തിലായിരുന്നു. യാത്രകളും ഷൂട്ടുകളും മീറ്റിങ്ങുകളും ഒക്കെ ആയിട്ട് ആകെ നല്ല തിരക്കിലായിരുന്നു. എന്നാൽ വീട്ടുകാരോടൊപ്പം ഒരു ചെറിയൊരു യാത്ര പോകാം എന്ന് കരുതി ഇറങ്ങിയതാണ്. നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത് മാരാരിക്കുളത്തെ ഒരു ബീച്ച് റിസോർട്ടിലാണ്. CJ ചെറുത്തിൻ്റെ മാരാരി ബീച്ച് റിസോർട്ട്. കേരളത്തിലെ ഒരു പഴയ മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിൻ്റെ ജീവിത രീതിയും പ്രകൃതിയും ഒക്കെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് ഒരുക്കിയിരിക്കുന്ന ഒരു മനോഹരമായ റിസോർട്ട്. ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു റിസോർട്ടിൽ എന്ന തോന്നലിനേക്കാൾ ഒരു ഗ്രാമത്തിലേക്ക് വന്നതുപോലെയുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ആ റിസോർട്ടിലെ ഒരു പ്രൈവറ്റ് പൂൾ വില്ലയിലാണ് ഞങ്ങൾ ഇന്ന് താമസിക്കാൻ പോകുന്നത്. ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു ആയുർവേദിക് മസാജും അവിടുത്തെ റിസോർട്ടിലെ വളരെ മനോഹരമായിട്ടുള്ള ഭക്ഷണവും ബീച്ച് ഷാക്കിൽ നിന്നുള്ളൊരു ആംബിയൻസും കടലിൽ കുളിച്ചും കളിച്ചും തകർത്ത് തിമിർത്ത് കൊണ്ടുള്ള ഒരു ചെറിയ ഒരു ഫാമിലി സ്റ്റേക്കേഷൻ. വെൽക്കം ഞങ്ങളുടെ പുതിയ ഒരു വീഡിയോയിലേക്ക്. നിങ്ങൾക്ക് കോസ്റ്റൽ, അതായത് കടൽ തീരത്തോടെ ഒരു ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈവേയിലൂടെ വന്നിട്ട് മറ്റേ എരമല്ലൂർ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്ത് എഴുപുന വന്നിട്ട് എഴുപുന്നയിൽ നിന്ന് നീണ്ടകര വഴി നിങ്ങൾ മറ്റേ ആ തീരദേശ ഹൈവേയിൽ ചെന്നിട്ട് കടൽ തീരത്തുകൂടെ ഒരു 26 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് മാരാരിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തെത്താം. സോ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് മാരാരി ബീച്ച്, CJ എർത്ത് എക്സ്പീരിയൻസ്. ഒരു സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. ഗൂഗിൾ മാപ്പ് പോലെ ഉണ്ട്. ഇത്രയും വലിയ സ്ഥലമാണോ നോക്കി. ഇവിടെ എത്ര കോട്ടേജ് ആണ്? ഇത് കോട്ടേജ് നമ്പർ ആണോ ഈ കൊടുത്തിരിക്കുന്നത്? ഇതിനകത്ത് പോകണമെന്നുണ്ടെങ്കിലും ഗൂഗിൾ മാപ്പ് വേണം. ഇങ്ങോട്ട് പോയാൽ കടല്, പക്ഷെ കടൽ ദൂരെ നിന്ന് കാണാം. അങ്ങോട്ട് പോകണമെങ്കിൽ കുറെ ടൈം എടുക്കും. റിസപ്ഷനിൽ പോകണമെങ്കിൽ അങ്ങോട്ട് കുറെ പോകണം. ഇഷ്ടംപോലെ നടക്കാനുണ്ട് ഗൈസ്. അതാണ് സംഭവം. നമ്മൾ താമസിക്കുന്നത് ഡീലക്സ് പൂൾ വില്ലയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് മുൻപിൽ നോക്കിയാൽ അങ്ങ് ദൂരെ കടൽ കാണാം. കടലിലേക്ക് പോവാം. പിന്നെ ഇവിടെ പൂൾ അടുത്താണ്. ഡീലക്സ് പൂൾ വില്ലയുടെ ഗുണം എന്ന് പറഞ്ഞാൽ പൂൾ അടുത്താണ്, കടലടുത്താണ്, റെസ്റ്റോറൻറ്റ് അടുത്താണ്. ഇത് മൂന്നും അധികം നടക്കാതെ പോകാൻ പറ്റുന്ന സ്ഥലമാണ് ഡീലക്സ് പൂൾ വില്ല. പിന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റീസും ഇവിടെ എല്ലാം അടുത്താണ്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. അപ്പോൾ ഇവിടെ എല്ലാം ഇതുപോലെയുള്ള ഇത്തരത്തിലുള്ള ഓലമേഞ്ഞ കൂരയുള്ള വീടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുമ്പിൽ തന്നെ നമുക്കിവിടെ ഒരു പൈപ്പ് കാണാം. കടലിൽ നിന്ന് ഇറങ്ങി തിരിച്ച് കയറി വരുമ്പോഴത്തേക്കിനും കാല് കഴുകി അകത്ത് കയറാൻ വേണ്ടിയുള്ള ഒരു പൈപ്പ്. ആൻഡ് ദാറ്റ്സ് ലൈക്ക് നമ്മൾ ഈ തമിഴ്നാട്ടിലേക്ക് സ്ട്രീറ്റുകളിൽ കാണത്തില്ലേ, അതേപോലെ തന്നെയുള്ള സാധാരണ ഒരു പൈപ്പ്. നമുക്ക് ഡീലക്സ് പൂൾ വില്ലയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ആണ് നമ്മൾ താമസിക്കുന്നത്. വളരെ വിശാലമായിട്ടുള്ള പൂള് നമുക്ക് അകത്ത് കാണാൻ സാധിക്കും. സോ ഹിയർ വി ഹാവ് ഇവിടെ ഒരു ചെറിയൊരു സ്മോൾ ലിവിങ് ഏരിയ ഉണ്ട്. പിന്നെ ലിവിങ് ഏരിയയിൽ നമുക്ക് ബേസിക് കമ്മ്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കൗച്ച് ഉണ്ട്, യു ക്യാൻ റിലാക്സ്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും വി ഹാവ് ദ സ്വിമ്മിംഗ് പൂൾ ഹിയർ. പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഡൈനിങ് ഒക്കെ ചെയ്യാം. സോ ദേ ഹാവ് കെപ്റ്റ് പൂൾ ടവൽസ് ആൻഡ് ഓൾ ഹിയർ. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇതാണ് നമ്മളുടെ സ്വിമ്മിംഗ് പൂൾ. അടിപൊളിയാട്ടോ. ഇതിനകത്ത് തന്നെ ശരിക്കും നമുക്ക് റിലാക്സ് ചെയ്യാൻ പാകത്തിനുള്ള ഏരിയാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ഹണിമൂൺ കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി യു ക്യാൻ റിലാക്സ് ഹിയർ. ഇവിടെ ഒരു കട്ടിൽ പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കിടക്കാം. അത്യാവശ്യം നല്ല വലിയ സ്വിമ്മിംഗ് പൂളാണ്. പിന്നെ അത് വളരെ മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് മറ്റേ ട്രാവലേഴ്സ് ഫാം ഒക്കെ ഇങ്ങനെ എത്ര വർഷം പഴക്കമുണ്ടാവുമെന്ന് അറിയോ ആ ട്രാവലേഴ്സ് ഫാം? ഇറ്റ്സ് റിയലി ബിഗ്. പിന്നെ പല ചെടികളൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്തിരിക്കുന്നു. ആൻഡ് ഇഫ് യു വോണ്ട് ടു ഡു ദ സൺ ബേത്തിങ് യു ഹാവ് ഈ സാധനമൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഔട്ട്ഡോർ ഷവർ ഉണ്ട്, നിങ്ങൾക്ക് കുളിക്കാം. പിന്നെ ശരിക്കും ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ട്. ലൈക്ക് നമുക്ക് പുറത്തുനിന്ന് ആർക്കും ഇവിടെ കാണാൻ പറ്റില്ല, അകത്തുള്ളവർക്ക് പുറത്ത് കാണാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് ആൻ അഡ്വാൻറ്റേജ്. ഒരു പ്രൈവറ്റ് പൂൾ വില്ല ഇൻസൈഡ് എ റിസോർട്ട്. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് പൂൾ വില്ല ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഡീലക്സ് പൂൾ വില്ല ആൻഡ് ഗാർഡൻ പൂൾ വില്ല. ഗാർഡൻ പൂൾ വില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും കുറച്ച് ചെറുതാണ് ഇതിനെക്കാട്ടിൽ. നമുക്കത് പിന്നെ കാണാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ആൻഡ് ഇതാണ് നമ്മളുടെ ബെഡ്റൂം വരുന്നത്. ഇതാണ് ബെഡ്റൂമും. പിന്നെ ഇത് ബാത്റൂമാണ്. ബാത്റൂമിലേക്ക് കയറാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഐ തിങ്ക് ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. നമുക്ക് അകത്തും തുറന്ന് ഞാൻ കാണിച്ചു തരാം. ബെഡ്റൂമിൽ പോകുന്നതിന് മുമ്പായിട്ട് ഹിയർ വി ഹാവ് എ സ്മോൾ ബാത്റൂം ഹിയർ. ഇതൊരു കോമൺ ഒരു ബാത്റൂമാണ് വിത്ത് എ ഷവർ. നമുക്ക് ഗസ്റ്റ് ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ ലൈക്ക് ദേ ക്യാൻ യൂസ്. ഇനി അതല്ല ലൈക്ക് 2 പേർക്ക് ഒരേ സമയം യൂസ് ചെയ്യണമെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും യൂസ് ചെയ്യാം, അതിനുള്ള സൗകര്യമുണ്ട്.
സോ ദിസ് ഈസ് അവർ ബെഡ്റൂം. നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഋഷി ഇവിടെ കളി ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഈ ബെഡ്റൂമിൽ നിന്നും നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് ഒരു ആക്സസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഡോറ് തുറന്നിട്ട് നേരെ ഡയറക്റ്റ് വി ക്യാൻ ഗോ ടു ദ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നേരെ കുളിച്ച് കഴിഞ്ഞ് തിരിച്ച് വേണമെങ്കിൽ ബെഡ്റൂമിലേക്ക് കയറി വരാം. സോ വി ഹാവ് ഓൾ ദാറ്റ് ഓപ്ഷൻ ഹിയർ. ഇത് നല്ല ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഇവിടുത്തെ ഈ ഒരു ഡിസൈൻ മൊത്തത്തിൽ നോക്കിയോ? ഡിഡ് യു സീ ദാറ്റ്? ഇവിടുത്തെ ആ ഒരു പരിപാടികളൊക്കെ കണ്ടില്ലേ? ടോപ്പൊക്കെ കണ്ടോ? ഓല മേഞ്ഞ വീട് പോലെ തോന്നിക്കാൻ വേണ്ടിയുള്ള ഒരു ഫീല്. അതെ, ശരിക്കും ഓല മേഞ്ഞിരിക്കുകയാണ് പുറത്ത്, പക്ഷെ അകത്ത് ആ ഒരു ഫീൽ അല്ല. നമുക്കത് എൻറ്റയർലി ഒരു ഡിഫറെൻ്റ് ഒരു സംഭവമാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള 2 കസേര ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട്, കണ്ടോ? ലൈക്ക് ഇവിടെ നമുക്ക് ഇറങ്ങി പുറത്ത് പോയിരിക്കാം. അവിടെ കുന്തിരിക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നോക്കി, ഇത് കണ്ടോ? കുന്തിരിക്കം കത്തിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ? ആൻഡ് ദാറ്റ് സ്മെൽസ് റിയലി ഗുഡ്. നല്ല ഒരു മണമാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് ഗാർഡനൊക്കെ നോക്കി അവിടെ ഇങ്ങനെ ഇരിക്കാം. പിന്നെ ഇവിടെ ഒരു ഫാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം എന്ന് പറയുന്നത്. ഇനി മെയിൻ തിങ് ഈസ് ലൈക്ക് ബാത്റൂം കാണണ്ടേ? സോ ഐ ഷോ യു ഗൈസ്, കം ഓൺ. കണ്ടോ? ഇതാണ് നമ്മുടെ ബാത്റൂം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് റിയലി എ ബിഗ് വൺ അഗെയിൻ. അപ്പോൾ വരുമ്പോൾ കാണാം, നമുക്ക് പ്രകൃതിയെ കണ്ടുകൊണ്ട് നിന്ന് നിങ്ങൾക്ക് കുളിക്കാം. ബട്ട് ദെൻ യു വിൽ ഹാവ് 100% പ്രൈവസി ഹിയർ. എന്ത് പറഞ്ഞു? ദേ ഇതിൽ തൂങ്ങുന്നു. ടവലിടാനൊക്കെയുള്ള സാധനമാണ്, നിനക്ക് തൂങ്ങാനുള്ളതല്ല. നീ മറിഞ്ഞു വീഴും. ദേ തൂങ്ങുന്നു. പിന്നെ ഇതാണ് ഷവർ, കണ്ടോ? ദിസ് ഈസ് എ ഷവർ. പിന്നെ ഷവർ ജെല്ലിലെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, ടവൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കമോഡ് എവിടെ നിന്നല്ലേ? ഇത് ഇവിടെയാണ് അതിരിക്കുന്നത്. ഇതുകൊണ്ട് ഈ ഭാഗത്തായിട്ടാണ്. ടോയ്ലറ്റിലിരിക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു ചെറിയ ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് മറ്റേ അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് കണ്ടോ? കോഫി കെയിൻ, ഷുഗർ, ബോഡി സ്ക്രബ്, പിന്നെ സൺസ്ക്രീൻ, ഹെർബൽ ബാത്ത് സ്ക്രബ്ബർ, തേച്ച് കുളിക്കാൻ വെളിച്ചെണ്ണ, അതും വെച്ചിട്ടുണ്ട് ഇവിടെ. ഹെയർ ഡ്രയർ വെച്ചിരിക്കുന്ന കണ്ടോ? ഇത് ഇവിടെ ഉണ്ട് ഹെയർ ഡ്രയർ. ഓ വാവ്. നീ എന്തിനാ ഋഷി ലോക്കർ തുറന്നേ? ഋഷി ഇവിടെ നിൽക്കാം, നമുക്ക് വെയിറ്റ് നോക്കാം. വാ, ഋഷിയുടെ വെയിറ്റ് നോക്കിക്കേ. ഉണ്ട് ഋഷി. ഓ വാവ്. വൈകിട്ടത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് പൂളി പോകാൻ വേണ്ടി ഇറങ്ങിയാണേ. ബീച്ചിൻ്റെ അങ്ങോട്ട് കിടക്കുന്ന വഴിയാണ്. നോക്കി, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് വേറെ രീതി, വേറെ വൈബ്. ഇവിടെ കുട്ടികൾ ഓടി കളിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലമാണ്. ഋഷിയാണെങ്കിൽ ഫുൾ ഓട്ടമാണ്. മൊത്തം ഓടിച്ചാടിയുള്ള പരിപാടികളാണ് മൊത്തം. സ്കൂൾ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് നാളെ രാവിലെ വരാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ റൂമിൽ പൂളുണ്ടല്ലോ അല്ലേ? പിന്നല്ല, നമുക്ക് റൂമിൽ പോവാം. ഇവിടെ ഒരു ബീച്ച് ട്രാക്ക് ഉണ്ട്. ബീച്ച് ട്രാക്ക്, കിഡിലം ബീച്ച് ഗൈസ്. വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ചസ് നിയർ കൊച്ചിൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് അടിപൊളി ഒരു ബീച്ചാണ്. കൊച്ചിക്കടുത്ത് അത്യാവശ്യം കൊള്ളാവുന്ന ബീച്ചുകൾ എന്ന് പറയാനായിട്ട് ചെറായി, മാരാരിക്കുളം ഒക്കെയാണ്. സോ അതിൽ തന്നെ മാരാരിക്കുളത്ത് വന്നു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പ്ലെന്റി ഓഫ് സച്ച് റിസോർട്ട്സ്. പിന്നെ ദ ബീച്ച് ഇറ്റ് സെൽഫ് ഈസ് റിയലി ഗുഡ്. അല്ലേ, എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്ക്. നമുക്ക് ആക്ച്വലി സൺസെറ്റ് കാണാൻ വേണ്ടി വന്നതാണ്. സോ വി ആർ ലക്കി കൈൻഡ് ഓഫ്. അതെ, ഫുള്ളായിട്ട് പോയിട്ടില്ല. മേഘങ്ങൾക്കിടയിലൂടെ നമ്മളിങ്ങനെ സൂര്യൻ ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ താഴാൻ വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഫോർട്ടുകൊച്ചി ബീച്ച് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കൊച്ചിക്കാർക്ക് ബീച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മള് ചെറായിലും കുഴിപ്പള്ളിയിലും പിന്നെ ഇങ്ങോട്ടേക്ക് മാരാരിക്കുളം, അന്ധകാരനഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണം. ചെല്ലാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരണം. ഇതിനൊരു പേടിയില്ല ഗൈസ്. സൂര്യൻ നമ്മളോട് പറയാതെ, നമ്മളെ കാണിക്കാതെ മേഘങ്ങൾക്കിടയിലൂടെ താന്നുപോയി. സോ വി കുഡന്റ് സീ ദാറ്റ്. നമുക്കിത് നാളെ കാണാം. We are staying here for 2 days. നമുക്കിവിടെ ലൈഫ് ഗാർഡ് ഉണ്ട്. ചേട്ടൻ വന്ന് പറഞ്ഞു റെഡ് ഫ്ലാഗ് ആണ്, അധികം കടലിലിറങ്ങി ഇപ്പൊ കളിക്കണ്ട, ഡേഞ്ചർ സമയമാണ്, എല്ലാവരും തിരിച്ചു കയറി പൊക്കോ എന്ന് പറഞ്ഞു. ഇവിടെ മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് ആർ വീൽ ചെയർ ഫ്രണ്ട്ലി. വീൽ ചെയർ വരുന്ന ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഐ ഹാവ് സീൻ ബഗ്ഗി. ഈവൻ ഞങ്ങളുടെ റൂം പോലും വീൽ ചെയർ ഫ്രണ്ട്ലി ആണ്. പൂളിൻ്റെ അടുത്ത് വരെ വീൽ ചെയറിലുള്ള ആളുകൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ദാറ്റ്സ് റിയലി നൈസ് തിങ്. ഇവിടെ ഒരു ബീച്ച് വോളിബോൾ സ്ഥലമുണ്ട്. അതിൽ നിങ്ങൾക്ക് ബീച്ചിന് സമീപത്ത് ഇങ്ങനെ വോളിബോൾ കളിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. കടലിൽ നിന്നും കുളിച്ച് അവശ്യനായി കയറി വരികയാണെങ്കിൽ യു ക്യാൻ ഡ്രിങ്ക് സം വാട്ടർ. യു ഹാവ് ടവൽസ് ഹിയർ. ഇവിടെ എല്ലാ കളർ പ്ലുമേറിയും ഉണ്ട്. റെഡ്, വൈറ്റ്, പിങ്ക്, യെല്ലോ എല്ലാം ഉണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഡിന്നർ. നമ്മുടെ ബീച്ച് സൈഡില് നമ്മൾ നേരത്തെ കണ്ട ഷാക്കില്ലേ, അവിടെ നിന്ന് ഒരു ലൈവ് പാട്ട് ഇങ്ങനെ കേൾക്കാം. ഒരാൾ അവിടെ നിന്ന് പാടുന്നുണ്ട്. നല്ല ആംബിയൻസ് ആണ്. ഓ
എന്തോ ചീവീടിന്റെ ചീവീടിന്റെ സൗണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ. ചീവീടിന്റെ സൗണ്ട് നല്ല രസമാണ് കേൾക്കാൻ. യെസ്. ലെറ്റ്സ് ഗോ. ഗംഭീരമായി ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ കിണ്ടി ആയിരിക്കണം ഐസ്ക്രീം കഴിച്ച്. ലെറ്റ് us go and sleep. See you tomorrow. See you tomorrow. ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ കൃഷി എണീറ്റതേ ഉള്ളൂ. രാവിലെ എനിക്ക് 8 മണിക്ക് ഒരു സ്പാ സെഷൻ ഉണ്ട്. ഇവിടെ ആയുർവേദിക് മസാജ് ഉണ്ട്. സോ ഐ എം ഗോയിങ് ഫോർ an ആയുർവേദിക് മസാജ് ഏർലി മോർണിംഗ്. രാവിലെ 8 മണിക്ക് തന്നെ. ഇവിടെ മരത്തേക്ക് നിറച്ച് കിളികള്, മൂങ്ങയുണ്ട്, ഔളുണ്ട്, പിന്നെ അണ്ണാനുണ്ട്. ഫുള്ള് കിളികളുടെ ശബ്ദമാണ് ഇവിടെ ശരിക്കും കേൾക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഈ പണ്ട് ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോഴത്തേനും കേൾക്കത്തില്ലേ, അതുപോലത്തെ സൗണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ കിട്ടും. ആ ഒരു ഓല മേഞ്ഞ വീടുകളൊക്കെ ആയിട്ട് മൊത്തത്തിൽ ശരിക്കും ഒരു വില്ലേജ് വൈബും ഉണ്ട്. ഇവിടെ ഒരു നാച്ചുറൽ കുളമുണ്ട്. ആ കുളത്തിന് ചുറ്റും ഹെലിക്കോടി ഇങ്ങനെ പൂക്കളൊക്കെ ഇട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. അതിന് മുമ്പിലാണ് ഇവിടെ ഇവരുടെ ആയുർവേദിക് സ്പാ. ആയുർവേദിക് സ്പാ എന്നൊക്കെ പറയാൻ പറ്റില്ല. ഇത് ശരിക്കും ഒരു മുമ്പിലൊരു തുളസിത്തറയൊക്കെ വെച്ചിട്ട് ഒരു പഴയൊരു 4-8 വീട്ടിലേക്ക് കയറിപ്പോകുന്ന ഒരു പ്രതീതിയാണെന്ന് തോന്നുന്നു കാണുമ്പോൾ തന്നെ. അതിൻ്റെ മുമ്പിൽ നമ്മുടെ പണ്ട് കാലത്തുള്ള ഈ ചുമട് താങ്ങിയില്ലേ, പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ ചുമട് താങ്ങിയെന്നും പറഞ്ഞുകൊണ്ടൊരു സാധനമുണ്ട്. ഈ ചുമട് കൊണ്ട് പോകുന്ന ആൾക്കാർക്ക് അത് നിറക്കി ഒന്ന് വെക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള സാധനങ്ങൾ അതിവിടെ വെച്ചിട്ടുണ്ട്. അത്താണി അല്ലെങ്കിൽ ചുമട് താങ്ങി എന്നുള്ള സാധനം. സോ ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക്. ഞാനങ്ങനെ മസാജ് എല്ലാം കഴിഞ്ഞ് രാവിലെ ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പൊട്ടൊക്കെ തൊട്ട് വന്ന് എന്താണെന്നറിയില്ല, ഞാൻ റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി. അപ്പോഴത്തേക്കും ശ്വേതയും ഋഷിയും എല്ലാം കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ട്. സോ ഐ എം ഓൾസോ ഗോയിങ് ടു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഇവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസ് പരിപാടികളൊക്കെ ആയിട്ട് കാണാൻ വേണ്ടി പോവാണ്. ഞാൻ ഋഷിയും കൂടെ. ശ്വേത ഈസ് ഗോയിങ് ഫോർ ഹെർ മസാജ് സെഷൻ. ശ്വേതയുടെ ആയുർവേദിക് സെഷൻ ഞാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ ആദ്യം പോകുന്നത് ബട്ടർഫ്ലൈ ഗാർഡനിലാണേ. ഫിഷ് ഫീഡിംഗ് ഒക്കെ ചെയ്തിട്ട് വരണേ. നീ പോയിട്ടോ. ടാറ്റാ, ബൈ ബൈ ബൈ. ഇതാണ് കൊടംപുളി. ഇത് കൊടംപുളി ഇട്ട് മീൻകറി കഴിച്ചിട്ടില്ല ഋഷി? ഇതിനകത്ത് ഇടുന്ന കൊടംപുളിയാ. ഒന്ന് കടിച്ചേ, എങ്ങനെയുണ്ട്? നമുക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. നമുക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ്. ഋഷിക്ക് ബട്ടർഫ്ലൈയെ കാണണ്ടേ? എത്ര ബട്ടർഫ്ലൈ കാണണം? 4 മതിയോ? ഇവിടെ ഇഷ്ടം പോലെ ബട്ടർഫ്ലൈസ് ഉണ്ട്. ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ. അപ്പൊ ഇവിടെ ഇവരിവിടെ 100+ വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഈ കുട്ടികൾക്ക് ബട്ടർഫ്ലൈ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ബട്ടർഫ്ലൈനെ നോക്കി ഇങ്ങനെ ഓടിച്ചാടി നടക്കാം. ഇതിനകത്തൊരു കുളമുണ്ട്. ബട്ടർഫ്ലൈക്ക് വെള്ളം കുടിക്കാനുള്ള കുളമാണ്. അതെ, ഋഷി കയറുണ്ടാക്കുന്നു. നിങ്ങൾ ഇത് ചെയ്യുമ്പോ ഇത് എങ്ങനെയാണ് പിടിച്ചു വരുന്നത്? ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയല്ല.
ഓ ഇതൊരു പ്രത്യേകതരം പ്രത്യേകത ഇതാണ്. ഓ ഇങ്ങനെ ഇങ്ങനെ ആ അത് ശരി. ഓക്കെ, ഇതിങ്ങനെ കൈ പിടിക്കുന്ന അനുസരിച്ചിട്ടുള്ള ഒരു മാജിക് ആണല്ലേ? ഓക്കെ, വലിയ കുഴപ്പമില്ല കേട്ടാ. കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? വിട്ടു. ഇഷ്ടംപോലെ തെങ്ങുണ്ട്. 36 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു ഇതെന്താണെന്നറിയോ? വെള്ളക്ക. ഇവിടെ ഒരു എർത്ത് ലാബ് ആൻഡ് ബുക്ക് ഹൗസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ചെറിയൊരു ലൈബ്രറി ഒക്കെ പോലെ തന്നെയുള്ള ഒരു സ്ഥലം. ഇവിടെ ഇഷ്ടം പോലെ പക്ഷികളും പിന്നെ ബട്ടർഫ്ലൈസ് അങ്ങനെ ഒത്തിരി അതിനെ പറ്റിയ ഒരു എക്കോസിസ്റ്റം ഇവരിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അതൊക്കെ കാണാൻ പറ്റുന്നത്. കുറേ ഉണ്ട് കേട്ടോ. നല്ല ഒരു ശബ്ദം നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാം. ഒപ്പം കടലിൽ തിര വരുന്ന ശബ്ദവും ശരിക്കും ഭയങ്കര രസമാണ്. നിറച്ച് തെങ്ങുകളും മറ്റൊക്കെ ആയിട്ട് പിന്നെ കുറേ ഓപ്പൺ സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ഒരു ഏരിയൽ വ്യൂ നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഫുൾ ഗ്രീനറി. കണ്ണ് നോക്കിയേക്ക്, തുറന്നേ. കണ്ടാ എങ്ങനെയുണ്ട്? ഇവിടെ ഒരു ഓർഗാനിക് ഫാം ഉണ്ട്, ഒരു വെജിറ്റബിൾ ഗാർഡൻ ആണ്. അപ്പോൾ ഇവിടെ ശരിക്കും കുറേ അധികം വെജിറ്റബിൾസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടുത്തെ സീസൺ എന്ന് പറയുന്നത് മറ്റേ പീച്ചിങ്ങ ആണെന്ന് തോന്നുന്നു. കാരണം ഇന്ന് രാവിലെയൊക്കെ പീച്ചിങ്ങയുടെ കുറേ കറികൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ കണ്ടായിരുന്നു. സോ ഇവിടെ കുറേ ഫാമിംഗ് നടക്കുന്നുണ്ട്. ഇവരിവിടെ കുറേ ആക്ടിവിറ്റീസും ഉണ്ട്. ഫാമിൽ ചെന്ന് നമുക്ക് ഷെഫിൻ്റെ കൂടെ പച്ചക്കറിയൊക്കെ പറിച്ച് വെജിറ്റബിൾസൊക്കെ പറിച്ച് കുക്ക് ചെയ്ത് ഡിന്നർ കഴിക്കാം. അതെവിടെയാണ് ഡിന്നർ കഴിക്കുന്നത്? ഓ ഇവിടെ തന്നെ വേറെ സ്ഥലമുണ്ട്. ഇവിടെ തന്നെ വേറെ സ്ഥലമൊക്കെ ഉണ്ട്. സോ കുറേ സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ ഏതാ ഫ്രൂട്ട്സിന്റെ സ്ഥലം അകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ലൈക്ക് യു ക്യാൻ എക്സ്പീരിയൻസ് ദിസ് ആസ് വെൽ. ശരിക്കും നല്ലൊരു കൺസെപ്റ്റാണ്. വെജിറ്റബിൾസ് ഇവിടേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഇവിടെ നിന്ന് തന്നെ ശരിക്കും കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കാം. പിന്നെ ശംഖുപുഷ്പം ഇത് വെച്ചിട്ടാണ് ഇവർ ചായ ഉണ്ടാക്കുന്നത്. നല്ല ഇങ്ങനെ നോക്കിയേ, അടിപൊളി വിളയാറായി നിൽപ്പുണ്ട്. ഇത് നാരങ്ങ ഉണ്ടാവുന്ന നാരങ്ങ ഉണ്ടല്ലോ. നാരങ്ങ ഉണ്ടല്ലോ. ഇതുണ്ടോ നാരങ്ങ ഉണ്ടോ? നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു കൺസെപ്റ്റാണ്. ലൈക്ക് ഇവിടെ ഓർഗാനിക് ഫാമിങ് കുറേ സ്ഥലമുണ്ട്. വെറുതെ പേരിന് മാത്രമല്ല, ഇവിടെ ലൈക്ക് ദേ ആർ ആക്ച്വലി കൾട്ടിവേറ്റിംഗ് തിങ്സ്. മുരിങ്ങയ്ക്കയും അങ്ങനെ നമ്മുടെ ലോക്കൽ എന്തൊക്കെ ഉണ്ടാവും അതെല്ലാം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അതെടുത്തിട്ട് ഇവിടെ തന്നെ കുക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇവർ ഇവിടെ കുക്കിങ്ങിനും ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ശരിക്കും ഇവിടെ ഒരു ആക്ടിവിറ്റിയാണ്, മെയിൻ ആക്ടിവിറ്റിയാണ്. നമുക്ക് ഇവിടെ വരിക, വെജിറ്റബിൾസ് പറിക്കുക, ഇവിടെ തന്നെ നിന്ന് ഷെഫിൻ്റെ കൂടെ കുക്ക് ചെയ്യുക, എന്നിട്ട് ഭക്ഷണം കഴിക്കുക. അല്ലെങ്കിൽ അതൊരു ആക്ടിവിറ്റിയാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫിഷിനെ ഫീഡ് ചെയ്യാൻ പോവാം. ഇത് നല്ല വലിയൊരു കുളമാണേ. സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്താണ് ഈ ഒരു കുളം. നല്ല രസമാണ് കാണാനായിട്ട്. എനിക്ക് വയ്യ. നമുക്കൊരു വലുതിനെ പിടിച്ചാലോ? വലിയ ഫിഷിനെ. എന്നിട്ട് കറി വെക്കാം. കറി വെക്കും. അച്ചാച്ചി കറി വെക്കോ? ചോദിച്ചു നോക്കിയാ കറി വെക്കാൻ അറിയോ? ഇല്ല, ഞാൻ ഫ്രൈ ഉണ്ടാക്കാം. ഋഷിക്ക് ഫ്രൈ ആണോ ഇഷ്ടം, കറിയാണോ ഇഷ്ടം? ഫ്രൈ ആണോ ഇഷ്ടം? ഋഷിക്ക് നല്ല മസാലയൊക്കെ തേച്ച് ഫ്രൈ ഇട്ടാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇഷ്ടമാണ്. നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാമേ കേട്ടോ. എൻ്റെ അമ്മോ, എന്താ ഏതൊക്കെ ഫിഷാ ഋഷി അതറിയോ? എന്ത് രസമല്ലേ ഈ കെട്ടിടം കാണാനായിട്ട്. നല്ല എന്താ പറയുക, നല്ല പഴക്കമുള്ളൊരു ബിൽഡിങ്ങാണ്. ഇതിവിടുത്തെ ക്ലബ് ഹൗസുകളാണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തൊക്കെ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള പല കോട്ടേജുകൾ കാണാം. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു ആകാശ ദൃശ്യം നോക്കുമ്പോഴും ഭയങ്കര രസമാണ്. നമുക്ക് ഈ കാടിനുള്ളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഓല മേഞ്ഞ ആ ഒരു കോട്ടേജുകൾ ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ടൊരു പ്രത്യേക ഒരു ഫീലാണ്. ശരിക്കും ഒരു ഫോറസ്റ്റ് കോട്ടേജിൻ്റെ ഫീലാണ് നമുക്കിവിടെ. ആ ഒരു കോട്ടേജുകളൊക്കെ മുകളിൽ നിന്ന് കാണുമ്പോഴും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇതിവിടെ മാരാരിക്കുളമാണ് എന്ന് പറയില്ല. ഇവിടെ ഒരു ക്ലബ് ഹൗസ് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് എന്താ സംഭവം നോക്കാം. ബാ, ഇങ്ങനെ മടക്കി ഇനി ഋഷിക്കുട്ടൻ ഇതെടുത്തിട്ട് ഇതിന്റെ അകത്ത് വെക്കോ?
ശരിക്കും നല്ല രസമാട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. ഒരു വണ്ടിയുടെ ശബ്ദം പോലും അകത്തേക്ക് കയറുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകെ മറ്റേ കിളികളുടെ സൗണ്ടും പിന്നെ അണ്ണാൻ്റെ സൗണ്ടും ചീവിളികളുടെ സൗണ്ടും അങ്ങനെയുള്ള സംഭവങ്ങളും മാത്രമേ ഉള്ളൂ. ലൈക്ക് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു കിഡിലൻ ബീച്ച് റിസോർട്ട്. ഞാൻ ഇതൊക്കെ നേരത്തെ വരേണ്ടായിരുന്നു, ഞാൻ ഇതൊക്കെ ഇപ്പോഴാണ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇറ്റ്സ് റിയലി നൈസ്. ശരിക്കും ട്രൂലി ഇവിടെ വരുന്നത് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. പണ്ട് ശരിക്കും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെയൊക്കെ നാട്ടിൽ ഇതുപോലെയുള്ള ഓലമേഞ്ഞ കുടിലുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഇങ്ങനത്തെ കുടിലുകളൊക്കെ വളരെ ഇല്ലയെന്ന് തന്നെ പറയാം. ഇങ്ങനെ ഏതെങ്കിലും കുടിലുകളുണ്ടെങ്കിൽ തന്നെ അവിടെ ആൾക്കാർ താമസം ഉണ്ടാവുമെന്ന് തന്നെ സംശയമാണ്. ഒരു ശരിക്കും അകത്ത് നോക്കുമ്പോൾ കാണാം, ഇതൊരു ശരിക്കും ഒരു മോഡേൺ വീട് തന്നെയാണ്. അതിൻ്റെ മുകളിൽ അവർ ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവം ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. അതും നാച്ചുറൽ, എല്ലാം ഓലയാണ്. ശരിക്കും കണ്ടോ, മനസ്സിലായില്ലേ? ഏതാ? ഉണങ്ങിയ ഓല വെച്ചിട്ട്, ഉണങ്ങിയ ഓല വെച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, കോട്ടേജുകളാ. ഋഷിക്ക് ഈ റിസോർട്ട് ഇഷ്ടപ്പെട്ടോടാ? എന്താ ഋഷിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? പൂള്. അപ്പായും അമ്മായും മസാജിന് പോയി. ഋഷിക്ക് മസാജിന് പോണോ? ഓയിൽ വെച്ചുള്ള മസാജ് ഋഷിക്ക് വേണോ? അപ്പ ചെയ്തു തന്നാ മതിയോ? ഋഷിക്ക് അപ്പ വൈകിട്ട് മസാജ് ചെയ്ത് തരാം കേട്ടോ. നമുക്ക് ബീച്ചിലൊക്കെ പോയി വന്നതിന് ശേഷം അപ്പ മസാജ് ചെയ്ത് തരാമേ. നമുക്കിവിടെ 62 റൂംസ് ആണുള്ളത്. റൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കോട്ടേജുകളാണ്. ഇപ്പം നമുക്ക് ഇവിടെ ഈ കാണുന്ന ഈ ഓലമേഞ്ഞ കോട്ടേജുകളൊക്കെ എന്ന് പറയുന്നത് ഗാർഡൻ വില്ലാസ് എന്നാണ് പറയുന്നത്. ഗാർഡൻ വില്ലയുണ്ട്, പിന്നെ ഗാർഡൻ പൂൾ വില്ലയുണ്ട്, പിന്നെ നമുക്ക് ഡീലക്സ് പൂൾ വില്ലയുണ്ട്. അതിൽ ഡീലക്സ് പൂൾ വില്ലയിലാണ് നമ്മൾ താമസിക്കുന്നത്. രണ്ടുപേരും കൂടെ ശുചി ഇവിടെ നിന്ന് ഓടിപ്പോയി കെട്ടിപ്പിടിക്കാൻ വേണ്ടി. ഹലോ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നോ മസാജ് എല്ലാം കഴിഞ്ഞ് വരുന്ന വഴിയാണ്. ഋഷി ഇത്രയും നേരം എൻ്റെ കൂടെ ആയിരുന്നു. ഋഷി അമ്മേനെ മിസ് ചെയ്ത് കുറച്ച് സമയം എടുക്കാതെ മൊത്തം എടുക്കേ. അത് കടിച്ച് പറിച്ച് തിന്നണം. അത് കടിച്ച് പറിച്ച് തിന്നെ, അങ്ങനല്ല, കടിച്ച് പറിച്ച് കടിച്ച് പറിച്ച് തിന്നേ. ഇത് ശരിക്കും ഇച്ചിരി ഉപ്പും കൂടെ മുക്കി കഴിക്കണം. ഉപ്പും മുളകും എല്ലാം കൂടെ കടിക്കേ. ഇവിടെ മൊത്തം 13 പൂൾ വില്ലാസ് ഉണ്ട്. അതിൽ 10 ഗാർഡൻ പൂൾ വില്ലയും 3 ഡീലക്സ് പൂൾ വില്ലയും. അടിപൊളിയല്ലേ? ഇത് പരന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇഷ്ടംപോലെ സ്ഥലവും ഉണ്ട്. ഗാർഡൻ പൂൾ വില്ലയ്ക്ക് അകത്തേക്ക് പോവാം. പ്ലീസ് ഗോ ഇൻസൈഡ്. എല്ലാ പൂൾ വില്ലാസും ഇതേപോലെ മതിലൊക്കെ കെട്ടി പ്രൈവസി ഉണ്ട്, ആ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മൾ 61 നമ്പർ പൂൾ വില്ല, എല്ലാത്തിൻ്റെ മുമ്പിൽ പൈപ്പുണ്ട്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്കിനും ദിസ് ഈസ് നൈസ്. ഇത് കൊള്ളാലോ. ഇത് നമ്മുടെ പൂളിൻ്റെ അത്രയും വലുപ്പമില്ല, ചെറിയ പൂളാണ്. നമ്മളുടെ ഡീലക്സ് പൂൾ വില്ലകൾ ഇറ്റ്സ് എ വെരി ബിഗ് പൂൾ. പക്ഷേ ദിസ് ഇസ് ഓൾസോ നൈസ്. ഇതും അടിപൊളിയാണ്. ഇത് ഒരു റൂം വിത്ത് എ പൂൾ. ശരിക്കും ഇറ്റ്സ് പെർഫെക്റ്റ് ഫോർ എ ഹണിമൂൺ കപ്പിൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവസി വേണ്ട ആളുകൾക്ക് ഇതുപോലെയുള്ള പൂൾസ് യൂസ് ചെയ്യാം. ഇവിടെ നോക്കൂ ഗൈസ്, ഔട്ട്ഡോർ ഷവർ ഉണ്ട് ഗൈസ്. ആ ഷൂ നനയും ഗൈസ്, അടയ്ക്കൂ ഗൈസ്. 2 to 4 feet ഡെപ്ത് ഉള്ള ഒരു പൂളാണ്. അതിന് ചുറ്റിനും ഹെലിക്കോണിയ പൂത്തു നിൽക്കുന്നു. പൂളിൽ നിന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ 2 സൺബെഡ്സ് ഉണ്ട്, പ്ലസ് ഇവിടെ ചെറിയ 2 കസേരകൾ ഇട്ടിട്ടുണ്ട് ഫോർ us to have a nice time in the evening. ഫാനൊക്കെ ഉണ്ട്, സോ ഇറ്റ് ബി ഗുഡ്. സോ നമുക്കിനി അകത്തോട്ട് പോവാം. Open the door. I will give you a room tour, ma'am. Yes, please come on. Yes, this is your private pool villa. Yes. This is your garden private pool villa. So please come inside. അടിപൊളിയാണല്ലോ അല്ലേ? ഫുൾ എന്താ പറയാ, ഒരു ഗ്രീനിഷ് തീം ഉണ്ട് എല്ലായിടത്തും. നല്ല സ്പേഷ്യസ് ആണ്. നല്ല വലിയ റൂമാണ്. ഇവിടെ ഒരു ചെറിയൊരു കൗച്ച് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ അവരിവിടെ മറ്റേ പലഹാരം വെച്ചിട്ടുണ്ട്. പലഹാരം ഇത് ആക്ച്വലി നല്ല കറുമുറു സാധനമാണ്. അതിന്റെ പേര്. Can you get that crunchy sound? Yes. ഇവിടെ അടിക്കുന്നുണ്ട് ആ ശബ്ദം. ഇതാണ് ഋഷി പപ്പായ പറിച്ച് നമുക്ക് ബാത്റൂമിൽ വന്നു കഴിഞ്ഞാൽ പപ്പായ പറിക്കാനല്ല, ബാത്റൂമിൽ വന്നു കഴിഞ്ഞാൽ പപ്പായ മരം കാണും. പിന്നെ ലൈക്ക് ഇറ്റ്സ് നൈസ്. നല്ല ഒരു ബാത്റൂം അല്ലേ? എല്ലാ ബാത്റൂമിലും ലൈക്ക് യു ഹാവ് ഹാൻഡ് ഷവർ. പിന്നെ ഇറ്റ്സ് നൈസ്, അടിപൊളി. ഇതെന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ ബാത്റൂമിൻ്റെ അകത്തെ പപ്പായ മരം. അടിപൊളിയല്ലേ? ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്. അടിപൊളി, എന്തൊക്കെ സംഭവങ്ങളല്ലേ. എനിക്ക് ശരിക്കും ഇതുപോലുള്ള ടോയ്ലറ്റുകളുള്ള റിസോർട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, കേരളത്തിൽ ഒത്തിരി ഉണ്ട് ഇങ്ങനത്തെ ഓപ്പൺ സ്ഥലങ്ങളുള്ളത്. പക്ഷേ യു വിൽ ഗെറ്റ് പ്രൈവസി ഓൾസോ ഹിയർ. നമ്മുടെ ബെഡ്റൂമിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് തുറന്ന് ഇറങ്ങിയിട്ട് നമുക്ക് പൂളിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരാനുണ്ടോ?
നല്ല പരിപാടിയല്ലേ. ഋഷി വന്നോ? അടിപൊളി സെറ്റപ്പ് അല്ലേ. പൂൾ വില്ലാസ് ആർ ഓൾവേസ് മൈ വീക്ക്നെസ്, യു നോ ഗൈസ് അല്ലേ. നമ്മളിനി ഗാർഡൻ വില്ല കാണാൻ പോകണം. അതായത് ഇവിടുത്തെ ഏറ്റവും ബേസ് കാറ്റഗറി റൂം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് പോയി കാണാം. സോ ദിസ് ഈസ് അവർ ഗാർഡൻ വില്ല, 49 റൂം നമ്പർ. അപ്പോൾ ഈ 49, 48 എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ബീച്ചിനോട് ഏറ്റവും അടുത്തുള്ള റൂംസാണ്. സോ ഇഫ് യു വാണ്ട് എന്താ പറയുക സ്റ്റേ നിയർ ടു ദ ബീച്ച്, ഇതൊക്കെ നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷൻസ് ആയിരിക്കും. സോ അപ്പോൾ ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഓലമേഞ്ഞ പുര. വെൽക്കം ടു ദ റൂം. Can I come in? Please come in. യെസ്. സോ നമ്മൾ നേരത്തെ കണ്ട ഗാർഡൻ പൂൾ വില്ലയുടെ സെയിം വലിപ്പത്തിലുള്ള സെയിം മുറി. പക്ഷേ ഗാർഡൻ പൂൾ വില്ലയിൽ ഗാർഡൻ ഉണ്ട് എന്നുള്ളത് പൂളുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഗാർഡൻ ഉണ്ട്. പക്ഷേ ഗാർഡൻ പൂൾ വില്ലയിൽ പൂളുണ്ട്. ഇവിടെ നമുക്ക് പൂളില്ല, കോമൺ പൂൾ യൂസ് ചെയ്യണം. ആൻഡ് ദ കോമൺ പൂൾ ഈസ് റിയലി ബിഗ്. അത് വളരെ വലിയൊരു സ്വിമ്മിംഗ് പൂളാണ്. നമുക്ക് വൈകിട്ട് പോകണം. വൈകിട്ട് പോകണം. പിന്നെ ഓഫ് കോഴ്സ് എല്ലാ റൂമിലും നല്ല കിങ് സൈസ് ബെഡ്. ഇവിടെയും ബാത്റൂം നമുക്ക് അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കാം. ഇറ്റ് ഷുഡ് ബി ആൻ ഓപ്പൺ ബാത്റൂം. വാവ്. ഇതിനകത്ത് പപ്പായ ഉണ്ടോ? പപ്പായ നട്ടിട്ടുണ്ട്, പക്ഷെ ചെറുതാണ്. അത് വലിയ മരം എനിക്ക് ഒന്ന് പോയെന്ന് തോന്നുന്നു. മറ്റേ സെയിം കേട്ടോ, സെയിം. ശ്വേത, ഇന്ന് ഞാൻ നിന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ലഞ്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. കടൽ തീരത്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ കടൽ തീരത്തിന് സമീപം ഇരുന്ന് അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സോ ഇവിടെ നമുക്ക് ചേച്ചീസ് ബീച്ച് കഫേ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെയാണ് വർക്ക് ചെയ്യുന്നത്. നേരത്തെ പ്രയർ ബുക്ക് ചെയ്യണം, എന്നാലും നമുക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയുള്ളൂ. കോസ്റ്റൽ റീജിയനിൽ കിട്ടുന്ന സ്പെഷ്യാലിറ്റീസ് ആണ് നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക. കുറച്ച് അധികം ടൈം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഈ ഒരു ലഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പണിയെടുക്കാനുള്ള വർക്കിംഗ് സാധനങ്ങളും കൊണ്ടുവരുന്നുണ്ട്. സോ വിൽ സിറ്റ്, ഹാവ് ലഞ്ച് ആൻഡ് വർക്ക്. നമ്മളെ തീറ്റിമുറ എന്നാണ് നമ്മളിപ്പോൾ കഴിക്കുന്ന സാധനത്തിൻ്റെ പേര്. തീറ്റിമുറ. തിന്ന. ഇത് ശരിക്കും എക്സ്പീരിയൻസ് ഡൈനിങ് ആണ്. അതായത് അവർ ഓരോ സമയത്ത് ഓരോ സാധനങ്ങൾ ലൈവായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് തരും, നമ്മളിവിടുന്ന് കഴിക്കാം. കല്യാണത്തിന്റെ സമയത്ത് ഒരു കല്യാണ വീട്ടില് ഈ ഭാഗത്ത് ഈ പരിസരത്ത് എങ്ങനെയാ വിളമ്പുന്നതെന്ന് വെച്ചാലാണ് ആ രീതിയിൽ ആ ടൈപ്പ് ഭക്ഷണമാണ് ആദ്യം തന്നിരിക്കുന്നത്. കട്ട്ലറ്റ് ആണ്. അതെ, എനിക്കും ഋഷിക്കും ബീഫ് കട്ട്ലറ്റ്, ശ്വേതാസ് ഗോട്ട് വെജിറ്റേറിയൻ കട്ട്ലറ്റ്. അതായത് നമ്മുടെ വാഴപ്പൂ കൂമ്പ് വെച്ച് ഉള്ള കട്ട്ലറ്റ്. ഓ കൊള്ളാലോ. ഹലോ, നമ്മളാ ഇപ്പൊ ഇത്ര നേരം തന്ന എന്തുവായിരുന്നപ്പോ? അത് സെക്കൻഡ് കോഴ്സ് ആയതേ ഉള്ളൂ. ദിസ് ഈസ് ദ തേർഡ് കോഴ്സ്. എന്റെ വയറ് നിറഞ്ഞേ. ദിസ് ഈസ് എ 4 കോഴ്സ് മെനു. അത് ശരി. ഇവിടെ വാഴയില കൊണ്ടുവച്ച് ഇനിയിപ്പോ നമുക്കിവിടെ അങ്ങ് ദൂരെ കടല് കാണാം. ഈ കടലിന്റെ അവിടെ അപ്പുറത്തും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ എന്തൊരു സ്ഥലമല്ലേ. ഇങ്ങനെ നോക്കി ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഓടി കളിക്കാനും ചാടി കളിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നൈസ് ആംബിയൻസ്. കൊള്ളാല്ലേ, അടിപൊളിയായിട്ടുണ്ട്. സീജിയസിന്റെ ഏത് റിസോർട്ടുകളിൽ പോയാലും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ ഫുഡാണ്. നമ്മൾ വയനാട്ടിൽ പോയപ്പോഴും നമ്മൾ പോണ്ടിച്ചേരി പോയപ്പോഴൊക്കെ വി ഹാഡ് ദ ലോക്കൽസ് ഉണ്ടാക്കുന്ന ലോക്കൽ ഫുഡ്. അത് ഭയങ്കര ഒരു വലിയൊരു അട്രാക്ഷൻ തന്നെയാണ്. ഋഷിക്ക് പ്രോൺസ്, നല്ല അയല വറുത്തത്, അങ്ങനെ ഹാവിങ് എ ടിപ്പിക്കൽ കേരള ആലപ്പുഴ സ്റ്റൈൽ ലഞ്ച്. ഇവരൊക്കെയാണ് ചേച്ചീസ് ബീച്ച് കഫേയുടെ ആൾക്കാർ. എന്തായാലും ഇവിടെ അടുത്തുള്ളവരൊക്കെ തന്നെയാണ്. ഫുഡ് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. താങ്ക് യു സോ മച്ച്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അച്ചാറ് സൂപ്പർ ആയിരുന്നു. ആരുടെ റെസിപ്പിയാണ് അച്ചാറ്? ചേച്ചിയുടെ. ഓക്കെ, അപ്പം താങ്ക് യു. പിക്കിളൊക്കെ വെക്കാനുണ്ടോ? ഞാനിതൊരു 2 കുപ്പി അച്ചാറെങ്കിലും ഇവിടെ വന്നതിന് ശേഷം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയും കഴിച്ചായിരുന്നു പഴകഞ്ഞയുടെ കൂട്ടത്തില്. അപ്പൊ ശരി. ആ കടൽ തീരത്ത് അതിന്റെ മുമ്പിലായിട്ട് വലിയൊരു ലോണുണ്ട്. ഇത് കാണുന്ന റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റിൻ്റെ ഇപ്പുറത്ത് ഇവിടെ വലിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. ഭയങ്കര രസമായി സ്വിമ്മിംഗ് പൂൾ കാണാനായിട്ട്. ദിസ് വാസ് റിയലി ബിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡെപ്തുള്ള ഒരു സ്വിമ്മിംഗ് പൂളും കൂടിയാണിത്. 8 അടി വരെ ആഴമുള്ള സ്വിമ്മിംഗ് പൂളാണ് ഇത്. എൻ്റെ ദൈവമേ, ദാറ്റ് ഈസ് റിയലി ബിഗ്. ഭയങ്കര വലിയ പൂളാണ് ശരിക്കും. ഇത് ഭയങ്കര വലിപ്പം മാത്രമല്ല, ആഴോ. 8 അടി എന്ന് പറയുമ്പോൾ നിന്റെ ഡബിൾ ഉണ്ട്. എൻ്റെ ഞങ്ങളുടെ 2 പേരുടെ പോണ്ട, ഇവിടെ സൈഡിയാ മതി കേട്ടോ. എനിക്ക് പോലും അങ്ങോട്ട് പോകാൻ പറ്റില്ല. സ്വിം ചെയ്ത് പോവാം, സ്വിം ചെയ്യണമെന്നുണ്ടെങ്കിൽ.
ഋഷി ഇവിടെ 4 അടി ഹൈറ്റിൽ മാത്രമേ ഉള്ളൂ. ആ ശരി, ഓക്കെ, സെറ്റ്. ഒരു അറ്റത്ത് നിങ്ങൾ അറ്റത്തേക്ക് വെറുതെ ഒന്ന് നീന്തിയതാ, ചത്ത്. ഭയങ്കര ആഴം, 8 അടി എന്ന് പറഞ്ഞാൽ ടു ഡീപ് അടിച്ചു. പക്ഷെ എൻ്റെ അമ്മേ, എന്തോരം വെള്ളം ഉണ്ടാവല്ലേ ഇതിനകത്ത്. ഇനി ബീച്ചിൽ പോകണം അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ ടു ബീച്ച്. അപ്പോൾ നമ്മൾ നേരത്തെ ഫിഷ് ഫീഡ് ചെയ്യാൻ പോയില്ലേ, കുളം. ആ കുളമാണ് ദേ ഇവിടെ കാണുന്നത്. ഇത് രസമല്ലേ കാണാനായിട്ട്. അതെന്ത് പച്ച കളറിലെ ഇപ്പുറത്ത് നാച്ചുറൽ കുളം, ഇപ്പുറത്ത് ഇവിടെ വേറൊരു പച്ച കളറിലെ സ്വിമ്മിങ് പൂള്. ശരിക്കും ദിസ് ഈസ് എ റിയലി നൈസ് പ്രോപ്പർട്ടി. എല്ലായിടത്തും പൂക്കളുണ്ട്, മരങ്ങളുണ്ട്, കിളികളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നൈസ് സ്ഥലം. നമ്മുടെ പൂൾ ടൈം കഴിഞ്ഞു. ഇനി നമ്മൾ കടലിൽ പോകുന്നതിന് മുമ്പായിട്ട് ഇതിലിവിടെ ഒരു സാധനം കണ്ടോ, എന്താണെന്ന് വെച്ചാൽ ചായക്കടയാണ്. അവിടെ പോയിട്ട് ചായ കുടിക്കാം. ഋഷി ഹാസ് ഗോട്ട് പഴംപൊരി. ഇത് നമ്മുടെ പഴയ എന്താ പറയുക, നാടൻ തട്ടുകട സെറ്റപ്പിലുള്ള ഒരു ടീ കാട്ടാണ്. ഇവിടെ നമുക്ക് ചായ, പഴംപൊരി, പിന്നെ ബനാന കേക്ക്, കട്ടൻ കാപ്പി, കട്ടൻ ചായ, അങ്ങനത്തെ ചെറിയ കടികളും ചായകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥലം. ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ് നമ്മൾ ബീച്ചിലേക്ക് വന്നു. ബീച്ചിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് സൺസെറ്റ് കാണാമെന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. സാധാരണ നമ്മൾ ഈ വെള്ളക്കാരൊക്കെ പകലായിരിക്കും ബീച്ചിൽ വരുന്നത്. നമ്മൾ ഇന്ത്യക്കാരൊക്കെ വൈകുന്നേരങ്ങളിലല്ലേ ബീച്ചിൽ പോകുള്ളൂ. ഇവിടെ ലൈഫ് ഗാർഡൊക്കെ ഉണ്ട്. പിന്നെ റെഡ് ഫ്ലാഗ് ആണ്, വെള്ളത്തിൽ ഇറങ്ങരുത് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. ശരിക്കും മാരാരിക്കുളം ബീച്ച് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ശരിക്കും സാധാരണ നമ്മളെല്ലാവരും പോകുന്ന മാരാരി ബീച്ച് എന്ന് പറയുന്നത്. ഇത് റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിലുള്ള ബീച്ച്. ഇതെല്ലാം കണക്റ്റഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങളിവിടെ കടൽ തീരത്ത് ഒരു ടർട്ടിലിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവരെല്ലാം കൂടെ ഒരു ബിഗ് ടർട്ടിലിനെ ഉണ്ടാക്കി ടർട്ടിലിന് കണ്ണ് വെച്ച് കൊടുത്തോണ്ടിരിക്കുക. ഇപ്പം കണ്ണ്. അപ്പോൾ ഇവിടെ ടർട്ടിലുണ്ട്, ടർട്ടിലിൻ്റെ മുട്ടയുണ്ട്. പിന്നെ ഇതെന്താ ഇത്? നെക്സ്റ്റ് ഡേ ഞങ്ങളിങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കിനും അവിടെ ബീച്ച് സൈഡിൽ ഒരാളുടെ ഇരുന്ന് പാട്ട് പാടുന്നതായിട്ട് കേൾക്കാം. കേട്ടോ? ഒരു വേനൽ പുഴയിൽ തെളിനീരായി എന്നും പറഞ്ഞുകൊണ്ട് ഒരാളിരുന്ന് പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബീച്ച് ഷാക്കാണ്. നമുക്കെന്നാൽ ഒരു ബീച്ച് ഷാക്ക് എക്സ്പീരിയൻസിന് വേണ്ടി അങ്ങോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. നല്ല പാട്ടൊക്കെ പാടുന്നു. ചില്ലാണ്. കടലിലൊക്കെ കുളിച്ച്, പൂളിൽ കുളിച്ച്, ഇവിടെ വന്ന് വീണ്ടും പൂളിൽ കുളിച്ച്. യെസ്, ഗുഡ് ഈവനിങ്. അവിടെ ഒരു അങ്കിൾ ഇരുന്ന് പാട്ട് പാടുന്നത് കേട്ടോ. നമുക്ക് അവിടെ പോയാലോ? ആ, ഷാക്കില്, കടൽ തീരത്ത്. അതാണ് കൊക്കോമോ ടിക്കി ഷാക്ക്. നോക്കിട്ട് വരാം. ബാ. അതെ, ഋഷിയുടെ മോക്ടെയിൽ വന്നല്ലോ. ഓ വാവ് ഗയ്സ്, ഋഷിക്ക് മോക്ടെയിൽ വാട്ടർമെലൺ. ഓ ശരിക്കും നല്ല. കൊച്ചു ആ വാട്ടർമെലൺ വെച്ച് എന്താ ഉണ്ടാക്കിയേക്കുന്നേ? മോക്ടെയിൽ. കുടിച്ചേ. ജ്യൂസ് പോലെയുണ്ട്. ഞങ്ങൾ പറ്റിക്കാൻ നോക്കിയ നടക്കൂല ഗയ്സ്. യു ലൈക്ക് ഇറ്റ്? ആണല്ലേ? ഞങ്ങളെ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല ഗയ്സ്. ഇത് ജ്യൂസ് പോലെ ഉണ്ടല്ലോ. ആ ഓ എന്റെ അമ്മ, തീ കത്തിയാണല്ലോ. നമ്മള് ബീച്ചിൽ നിന്ന് തിരിച്ചു കയറി വന്ന് നമുക്കിവിടെ ബീച്ച് സൈഡിൽ തന്നെ ഉള്ള ഒരു ഷാക്കുണ്ട്. അപ്പൊ ഈ ഷാക്കിൽ വന്നിട്ട് മിണ്ടിയും പറഞ്ഞിരിക്കാം, ഒരു ചെറുത് അടിച്ചിരിക്കാം. കോക്ടെയിൽസ് ഉണ്ട്, പിന്നെ ശുദ്ധമായ സംഗീതമുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ട് നമുക്ക് 2 ചെറുത് അടിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. So we have got some cocktails. Cheers. Cheers പറയോ? Cheers. So ഞങ്ങളുടെ ഈ ഒരു 2 ദിവസത്തെ ഒരു സ്റ്റേക്കേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. Yes, and we are going back tomorrow morning. Yes, ഞങ്ങൾ നാളെ രാവിലെ തിരിച്ച് എറണാകുളത്തേക്ക് പോകുന്നു. ഞങ്ങൾ നാളെ ശ്വേതയുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ എറണാകുളത്തേക്ക് പോകും. ശരിക്കും പറഞ്ഞാൽ ഒരു സ്കൂൾ അവധി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകും. പക്ഷേ ഈ കഴിഞ്ഞ സ്കൂൾ അവധിക്ക് ഞങ്ങൾ ഒരു ട്രിപ്പും പോവാത്ത ഒരു ഫാമിലി ചിലപ്പോൾ ഞങ്ങളുടെ ആയിരിക്കും. We never went anywhere. We didn't get time to go anywhere. Yes, we were behind. Yes,
യാ അപ്പോൾ അങ്ങനെ ഒരു തിരക്കുകളിലായിരുന്നു. സോ വി ജസ്റ്റ് തോട്ട് ഓഫ് ടേക്കിംഗ് എ ബ്രേക്ക് ആൻഡ് വി ആർ ഹിയർ. അപ്പോൾ ലൈക്ക് വി ഹാഡ് എ ഗുഡ് ടൈം ഹിയർ. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു കം ടു മാരാരിക്കുളം, ഡു കം ആൻഡ് സ്റ്റേ ഹിയർ. CJ ചേർത്തിന്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ബീച്ച്, ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. ഇറ്റ്സ് എ വെരി നൈസ് പ്രോപ്പർട്ടി അല്ലേ? നല്ല ബീച്ച് റിസോർട്ടാ. ഹലോ റിസി ഗ്യാരണ്ടീഡ്. Rishi liked it very much. അതെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. Okay, fine. അപ്പോൾ guys, അപ്പോൾ like thank you so much for watching our video. So we'll come back with another video very soon. Bye bye. Bye.